കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. കണ്ണൂർ സർവകലാശാലയിൽ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട SFI UDSF പ്രവർത്തകർ തമ്മിൽ സർവകലാശാല പരിസരത്ത് സംഘർഷം. പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ലാത്തിവീശി. പലതവണ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളുമുണ്ടായി. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽപ്പെട്ട പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു. സിവിൽ പോലീസ് ഓഫീസർ രജനി, SFI നേതാക്കളായ SFI ജില്ലാ വൈസ് പ്രസിഡന്റ് അശ്വന്ത്, SFI കണ്ണൂർ ഏരിയ കമ്മിറ്റി അംഗം വൈഷ്ണവ് പ്രകാശൻ, MSF സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ്, യൂത്ത് ലീഗ് നേതാവ് ഷബീർ എടേനൂർ എന്നിവരുൾപ്പെടെ നിരവധി പേർക്ക് പരിക്കേറ്റു. പ്രവർത്തകർ പരസ്പരം കല്ലേറ് നടത്തി. ടൗൺ SA VV ദീപ്തി പ്രവർത്തകരെ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് പറഞ്ഞു. ഇന്ന് രാവിലെ 10 മണിക്ക് യൂണിയൻ തെരഞ്ഞെടുപ്പ് തുടങ്ങാൻ ഇരിക്കെയാണ് സംഘർഷമുണ്ടായത്. കള്ളവോട്ട് ചെയ്യാൻ KSU MSF പ്രവർത്തകർ ശ്രമിച്ചതായി SFI ആരോപിച്ചു. ഐഡന്റിറ്റി കാർഡില്ലാതെ കടത്തിവിടില്ലെന്ന പോലീസിന്റെ വാക്ക് ധിക്കരിച്ച് KSU MSF പ്രവർത്തകർ യൂണിവേഴ്സിറ്റിയിലേക്ക് കടക്കാൻ ശ്രമിച്ചെന്നും SFI പറഞ്ഞു. കാലിക്കറ്റിൽ സമാനമായ സ്ഥിതിയായിരുന്നു. കാലിക്കറ്റിൽ അവർ പ്രൊട്ടക്ഷൻ വേണമെന്ന് കോടതി ഉത്തരവുമായി വന്നു. കോടതി ഉത്തരവുമായി വന്നാൽ SFIക്കാരെ തല്ലാനുള്ള ലൈസൻസ് ആണ് എന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ തന്നെയാണ് ഇവർ കാണുന്നത്. ഇപ്പോൾ പ്രശ്നം ഉണ്ടായാൽ SFIക്കാരെ തല്ലുക, അതാണോ പ്രൊട്ടക്ഷൻ? പ്രൊട്ടക്ഷൻ പോലീസ് കൊടുക്കണമെങ്കിൽ എന്ത് വേണം? കൊടുക്കേണ്ടത് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടവർക്കാണ്. ഇവിടെ ഇപ്പോൾ ടൗൺ SI ദീപ്തി എന്ന് പറയുന്ന SIക്ക് എങ്ങനെയാണ് പെരുമാറുന്നത്? അവർ SFIക്കാരെ നീ പോടാന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥ പെരുമാറേണ്ടത്? അവരൊരു ഉത്തരവാദിത്തത്തോടു കൂടി പെരുമാറുന്നില്ല. അവർ പ്രശ്നം സങ്കീർണമാക്കുകയാണ്. ഇവിടെ ആരെയും തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. കണ്ണൂർ ടൗണിൽ അങ്ങനെ ഒരു സ്ഥിതിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പറയട്ടെ ആര് എന്തെന്നൊക്കെ. അപ്പോൾ എന്തായാലും അത്തരം ഒരു സ്ഥിതിയിൽ അനാവശ്യമായി പ്രശ്നം ഉണ്ടാക്കരുത് എന്നാണ് പറയാനുള്ളത്. പോലീസും അതിൽ നല്ല നിലയിൽ ഇടപെടണമെന്നാണ് പറയുന്നത്. അതേസമയം കാസർഗോഡ് MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായ സഫാനെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയതായി KSU MSF ആരോപിച്ചു. ഇതേ തുടർന്നുണ്ടായ വാക്കുതർക്കമാണ് തുടക്കത്തിൽ സംഘർഷത്തിന് ഇടയാക്കിയത്. തട്ടിക്കൊണ്ടുപോയിട്ട് CPMന്റെ ഗുണ്ടകൾ, SFIയുടെ ഗുണ്ടകൾ നടത്തിയിട്ടുള്ള വളരെ കിരാതമായുള്ള അക്രമമാണ് ഇവിടെ നടക്കുന്നത്. MSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി CK നജാഫ് ഉൾപ്പെടെയുള്ള MSFന്റെ നേതാക്കന്മാരെ അതിക്രൂരമായി മർദ്ദിക്കുകയാണ്. CPMന്റെ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ ഒത്താശയോടുകൂടിയാണ് CPM ഇത് ചെയ്യുന്നത്. 11:30 SFI സ്ഥാനാർത്ഥിയായ വനിതാ പ്രവർത്തകയെ ബാലറ്റ് പേപ്പർ തട്ടിപ്പറിച്ചതായി MSF പ്രവർത്തകരുടെ ആരോപണത്തെ തുടർന്ന് പോലീസ് പിടിച്ചുവെച്ചതും സംഘർഷത്തിന് കാരണമായി. പോലീസ് പിടിച്ചുവെച്ച് സ്ഥാനാർത്ഥി കൂടിയായ പ്രവർത്തകയെ SFI പ്രവർത്തകർ ഫലമായി മോചിപ്പിക്കുകയായിരുന്നു. പ്രവർത്തകരെ ഏറെ പാടുപെട്ടാണ് പോലീസ് പിന്തിരിപ്പിച്ചത്. ലാത്തി വീശുകയായിരുന്നു. സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനാൽ ഇരുവിഭാഗത്തെയും പോലീസ് പോളിംഗ് ബൂത്തിനടുത്ത് നിന്നും മാറ്റി. തുടർന്ന് 1 മണിയോടെ വീണ്ടും സംഘർഷമുണ്ടായി. കൗൺസിലറുമായി കാസർഗോഡ് ഭാഗത്തു നിന്നും വന്ന വാഹനം SFI പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് വീണ്ടും സംഘർഷത്തിന് കാരണമായി. നേതാക്കൾ ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. സംഘർഷ വിവരമറിഞ്ഞ CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ്, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VP അബ്ദുൾ റഷീദ് തുടങ്ങിയ നേതാക്കൾ സ്ഥലത്തെത്തിയിരുന്നു. പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ്. SFIക്ക് മൃഗീയ ഭൂരിപക്ഷത്തോടെ ജയിക്കാൻ വേണ്ടി കഴിയുന്ന യൂണിയനാണ് കണ്ണൂർ സർവകലാശാല യൂണിയൻ. അവിടെ സുഗമമായി തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളത് SFIയുടെ ലക്ഷ്യമാണ്. SFIയുടെ താല്പര്യവും അതാണ്. അത് എതിരാളികളുടെ താല്പര്യമാണ്. ആ താല്പര്യമാണ് ഇവിടെ സംഘർഷത്തിനിടയാക്കിയത് എന്ന് വേണം കാണാൻ. ഒരു ബസ്സിൽ കുറേ ആളുകൾ വന്നിട്ട് ആയുധവും മറ്റുമായി വന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ P നിതിൻ രാജ്, സിറ്റി ACP പ്രദീപൻ കണ്ണിപ്പൊയിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹമാണ് യൂണിവേഴ്സിറ്റി പരിസരത്ത് നിലയുറപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.